Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി ബോളിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യമായാണ് വീട്ടിൽ ബോളി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേറൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കി അതിന് ശേഷം അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഈ ബോളിയുടെ റെസിപ്പി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പവും പറ്റിയില്ല, നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ റെസിപ്പി എന്തായാലും നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് ബോളി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ബോളി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. നമ്മൾ കടല പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പാണ് ഇതിന് വേണ്ടത്. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ദാണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്, കുറച്ച് കട്ടി കൂടിയ പരിപ്പാണ്. അപ്പോൾ ഇതിന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂറോളം കുതിർത്ത് വയ്ക്കുക. 1 മണിക്കൂറായാലും കുഴപ്പമില്ല, നമുക്കത് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കാൻ തന്നെയാണ്. അപ്പോൾ ഇത് കുതിർന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മാവ് വേണം. അതിന് വേണ്ടിയാണ് അടുത്തതായി ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. മൈദ മാവാണ് നമുക്ക് വേണ്ടത്. കടലപ്പരിപ്പെടുത്ത അതേ കപ്പിലാണ് മൈദ മാവ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മാവിന് ഒരു ചെറിയൊരു മഞ്ഞ കളർ കൊടുക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടരുത്, കൂടുകയാണെങ്കിൽ മഞ്ഞ ചുവയായിരിക്കും. അപ്പോൾ അത് വായിലൊക്കെ വയ്ക്കുമ്പോൾ മഞ്ഞ ചുവയൊക്കെ വരുന്നത് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. കുറച്ച് ഉപ്പ് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതിനെ കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ഇത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം മതിയാകും. 1 കപ്പ് മാവിനൊക്കെ ഒരു 1/4 ഭാഗം വെള്ളമൊക്കെ തന്നെ ധാരാളം. കുറച്ച് ലൂസായിട്ട് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തി പരുവമല്ല, കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ദാണ്ടെ കയ്യിൽ ഒട്ടുന്ന രീതി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്ക് ഒട്ടി വരുന്നുണ്ട്, ഇതുപോലെ കയ്യിൽ ഒട്ടുന്നു. അപ്പോൾ ഈ സമയം നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് നമ്മുടെ ഈ ബോളിയുടെ ഏറ്റവും ഇതായിട്ട് നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ നമ്മൾ കയ്യിലൊഴിച്ച് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലെണ്ണ തന്നെ ചേർക്കണം, വേറെ ഒരു എണ്ണയും ചേർക്കരുത്. അപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല വെള്ളം പോലെ ആയിരിക്കുകയാണ്, ഇത് കുറച്ച് ലൂസായിട്ട് നിൽക്കണം. അപ്പോൾ ഇതാണ് പരുവം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊന്നും എടുക്കുന്ന പോലെയല്ല ഈ ബോളി തയ്യാറാക്കാൻ വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്നത്. ഇത്രത്തോളം വെള്ളം വേണം, ഇതിനെ നല്ലതുപോലെ കുഴച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ച്, അപ്പോൾ ഇതിൽ കൈ കൊണ്ട് കുറേശ്ശെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും കുഴച്ചെടുക്കുക. അപ്പോൾ തീരെ ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ മാവ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ നല്ലതുപോലെ ഇത് കുറച്ച് സമയം ഒന്ന് ഇതാക്കുക. കൂടുതൽ സമയം വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ആക്കിയെടുത്ത ഈ മാവിനെ നമുക്കിനി കുറച്ചധികം നല്ലെണ്ണ ഇതിലോട്ട് ഒഴിച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നല്ലെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ അടച്ചു വെച്ചിരിക്കാം. ആ സമയത്തിന് നമ്മുടെ പരിപ്പ് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാനൊരു കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തോനെ വെള്ളമൊന്നും നമുക്കിതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേറെ മധുരം ഉപ്പ് ഒന്നും ചേർക്കാതെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുമുണ്ട്.
അപ്പോൾ ഇതിനെ ഇനി നമ്മൾ വെള്ളം തോർത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്നതായിട്ടുണ്ട്, ആവശ്യത്തിന് വേഗമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അഥവാ ഇതിൽ കുറച്ച് വെള്ളം കിടക്കുകയാണെങ്കിൽ നിങ്ങളൊരു അരിപ്പിലോട്ട് ഒന്ന് പിന്നെ എടുത്ത് വെള്ളം തോരാൻ വെച്ചാൽ മതിയാകും. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒട്ടും വെള്ളമില്ലാതെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്ത് വെച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. അപ്പോൾ അടിച്ചെടുക്കുന്ന മിക്സ് ഞാൻ ഇതുപോലത്തെ ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കടലപ്പരിപ്പ് മാത്രമാണ് ഇത് വേവിച്ച് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇതിലോട്ട് കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 കപ്പ് ഈ കടലപ്പരിപ്പിന് ഒരു 1.5 കപ്പ് പഞ്ചസാരയെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് അലിയിച്ചെടുക്കണം. അങ്ങനെ അലിയിച്ചെടുത്തപ്പോൾ അതാ കണ്ടല്ലോ, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര അലിഞ്ഞതുപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇത് ഒരു പകുതി ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ കടലപ്പരിപ്പ് കുറച്ചധികം സമയമെടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പരുവമൊന്ന് ആക്കുക. ഈ പരുവമല്ല, കുറച്ചുകൂടി പരുവം ആവാനുണ്ട്, ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ഒന്ന് താണ്ട ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒന്ന് തണുത്ത് വരുമ്പോൾ നമ്മുടെ പരുവം ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ വെള്ളം വറ്റിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ചെയ്യേണ്ടി വരും, എന്നാലേ ഇതുപോലെ ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന്, ഇനി ഇപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടില്ല, അപ്പോൾ അതും ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാകും. ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ചേർത്ത് വെച്ച നമ്മുടെ മാവും ഇത് 2 കൂട്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ബാലൻസ് ഉള്ള ഈ നല്ലെണ്ണ ഇതുപോലെ ഒഴിച്ചെടുക്കുക. അപ്പോൾ ബോളി തയ്യാറാക്കാനുള്ള 2 കൂട്ടും റെഡിയായിട്ടുണ്ട്, മാവും നമ്മുടെ കടല മിക്സും. അപ്പോൾ ഈ മാവിനെ ഇതുപോലെ വീണ്ടും ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ ഇത് മൈദാമാവൊക്കെ കൂടെ ആയതുകൊണ്ട് ഇതുപോലെ കുളുകുളായൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിനെ ഇതുപോലെ ആക്കി ഒന്ന് ചെറിയ ഒരു അളവാക്കി എടുക്കുക. ചെറിയ ബോളുകളാക്കി ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം കാണും, പക്ഷേ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലൊക്കെ വെച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എടുക്കാൻ നോക്കിയപ്പോൾ എല്ലാം കൂടെ ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അപ്പോഴപ്പോഴേ എടുക്കുന്നതും അപ്പോഴപ്പോഴായിട്ട് തന്നെ ചുട്ടെടുക്കുന്നതാണ് ഇത് ഏറ്റവും എളുപ്പം. അപ്പോൾ ആ മാവിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂട്ടി വേണം നമ്മുടെ പരിപ്പ് തയ്യാറാക്കിയ മിക്സ് എടുക്കേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ കുറേശ്ശേ എടുത്ത് വയ്ക്കുക. ഞാനൊരു 5 എണ്ണമൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് ബാക്കി തയ്യാറാക്കിയത്. അപ്പോൾ ഈ മാവ് ഇതുപോലെ കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മുടെ കടലമാവിൻ്റെ ആ മിക്സ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും യോജിക്കുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അകത്ത് ഉള്ള കടല മിക്സൊക്കെ പരത്തിയെടുക്കുമ്പോൾ പൊട്ടാതിരിക്കണമെങ്കിൽ നല്ലതുപോലെ അരഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ ഇത് അരിപ്പൊടി ചേർത്താണ് നമ്മളിതിനെ പരത്തിയെടുക്കുന്നത്. ഇതിപ്പോൾ പുട്ടിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈവച്ച് ഒന്ന് പരത്തി, ഒരു മാക്സിമം കുറച്ചൊന്ന് പരത്തി ഇതുപോലെ അരിപ്പൊടി തൂറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ ചപ്പാത്തി കോല് കൊണ്ട് പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ഇത് ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അങ്ങ് വലിയ പ്രസ് ചെയ്ത് പരത്തരുത്. നമ്മുടെ കടല പരിപ്പൊക്കെ അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് അളവൊന്നും അത്ര അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇതിപ്പോൾ വലിയൊരു ബോളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അളവൊക്കെ ഇതനുസരിച്ച് നോക്കിയെടുക്കുക. പക്ഷെ വേറെ ഒരു കുഴപ്പമില്ല, നമ്മളിത് ചുട്ടൊക്കെ എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇതിപ്പോൾ അരിമാവ് ഒക്കെ ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ട് അത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് വലിപ്പം കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മധുരം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ 4 സൈഡും ചെറിയ രീതിയിലൊന്ന് മുരണ്ടൊക്കെ ഇരിക്കും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അകത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് എല്ലാ ഭാഗത്തും എത്താത്തത് കൊണ്ടാണ് അത് മുരണ്ട് കിട്ടുന്നത്. അപ്പോൾ മൈദാമാവിൻ്റെ മിക്സ് കുറച്ചായിരിക്കണം, കടലപ്പരിപ്പ് കുറച്ച് കൂടുതലായിരിക്കണം. അതുപോലെ വേണം എടുക്കാൻ. പിന്നെ അരിപ്പൊടി കൊണ്ട് തന്നെ പരത്തുകയും വേണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബോളി കിട്ടും. പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം, കടലപ്പരിപ്പ് വറ്റിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പരത്തി കൂടുതൽ സമയം നമുക്ക് വെക്കാതെ വേഗം ചുട്ടെടുക്കണം. അതാണ് ഇതിൻ്റെ വേറൊരു രീതി. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇതിട്ടിട്ടുണ്ട്, പാന് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബോളി ഒന്ന് വീതം വെച്ച് കൊടുക്കാം. നെയ്യുടെ ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചട്ടവും കൊണ്ടൊക്കെ മറിക്കാൻ തന്നെ ഒരു പാടാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ കുറച്ച് സോഫ്റ്റ് കൂടുതലായിപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല മധുരമുണ്ട്. ഞാൻ 1.5 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തപ്പോൾ നല്ല മധുരവുമുണ്ട്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കതൊന്ന് തയ്യാറാക്കി എടുക്കാം. അടുത്തത് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായി ചെയ്തതായതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ശരിയായി വരുമോ എന്നൊക്കെ. അപ്പോൾ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല കറക്റ്റ് രീതിയിൽ ഇതുപോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളി കഴിക്കാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. ഞാൻ ചിലതിലൊക്കെ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല മധുരമൊക്കെ കൂടെ ആയതുകൊണ്ട് നെയ്യ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ബോളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക. അങ്ങനെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോളി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി ഇടുക. പുതുതായിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തിടുന്നത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.